രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിനു മുൻപ് ഇന്നത്തെ ഇന്ത്യയുടെ തെക്കേ അറ്റം മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിച്ചു കിടന്നിരുന്ന കുമരിക്കണ്ടം എന്ന വിശാലവും സമ്പന്നവുമായ ഒരു ഭൂപ്രദേശമുണ്ടായിരുന്നു. പുരാതന തമിഴ് വിശ്വാസമനുസരിച്ച് ഇത് നാഗരികതയുടെ കളിത്തൊട്ടിലും തമിഴ് ജനതയുടെ ജന്മഭൂമിയുമായിരുന്നു. കുമരിക്കണ്ടം പർവ്വതങ്ങളാലും ഫലഭൂയിഷ്ടമായ നദികളാലും സമ്പന്നമായ അത്യധികം പുരോഗമിച്ച ഒരു സമൂഹം വസിച്ചിരുന്ന പറുദീസയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. മഹത്തായ നഗരങ്ങൾ അതിന്റെ തീരങ്ങളിൽ നിലകൊണ്ടിരുന്നു. അവിടെ ജ്ഞാനികളായ പാണ്ഡ്യരാജാക്കന്മാർ ഭരണം നടത്തി. കവികളും പണ്ഡിതരും സന്യാസിമാരും അതിന്റെ കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും നിറഞ്ഞുനിന്നു. ആ ഭൂമി പ്രകൃതി സംബന്ധമായിരുന്നത് മാത്രമല്ല, അറിവിലും സംസ്കാരത്തിലും സാങ്കേതികവിദ്യയിലും സമ്പന്നമായിരുന്നു. പുരാതന തമിഴ് ഗ്രന്ഥങ്ങളും ഐതിഹ്യങ്ങളും അനുസരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി 3 മഹത്തായ തമിഴ് സംഗമങ്ങൾ, സാഹിത്യ അക്കാദമികൾ ഈ മണ്ണിൽ സ്ഥാപിക്കപ്പെട്ടു. ആദ്യ സംഘം 4440 വർഷവും രണ്ടാമത്തേത് 3700 വർഷവും നിലനിന്നതായി പറയപ്പെടുന്നു. ആയിരക്കണക്കിന് കവികളും പണ്ഡിതരും തമിഴ് സാഹിത്യം രചിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഈ സംഗമങ്ങളിൽ ഒത്തുകൂടി. എന്നാൽ അവരുടെ ഒരു കൃതികളും ഇന്ന് നിലനിൽക്കുന്നില്ല. കാരണം അവർ ജീവിച്ചിരുന്ന ഭൂമി സമുദ്രം വിഴുങ്ങി. വിനാശകരമായ വെള്ളപ്പൊക്കങ്ങളും സമുദ്രനിരപ്പ് ഉയരുന്നതും കുമരിക്കണ്ടത്തിന്റെ വലിയ ഭാഗങ്ങളെ ക്രമേണ മുക്കിയതായി ഐതിഹ്യം പറയുന്നു. ഭൂഖണ്ഡം തകരുകയും തിരമാലകൾക്കിടയിലേക്ക് താഴ്ന്നുപോവുകയും ചെയ്തു. ഇന്നത്തെ തമിഴ്നാടും ശ്രീലങ്കയുടെ ചില ഭാഗങ്ങളും പോലെ ചില ശകലങ്ങൾ മാത്രമാണ് വെള്ളത്തിനു മുകളിൽ അവശേഷിച്ചത്. ഒരു കാലത്ത് അഭിമാനത്തോടെ നിലനിന്നിരുന്ന കപാടപുരം, മധോടം തുടങ്ങിയ നഗരങ്ങൾ ഇപ്പോൾ കടലിനടിയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 19ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ ശാസ്ത്രജ്ഞർ ലെമൂറിയ എന്നൊരു സിദ്ധാന്തം അവതരിപ്പിച്ചു. മഡഗാസ്കർ, ഇന്ത്യ, ഓസ്ട്രേലിയ എന്നിവയെ ബന്ധിപ്പിച്ചിരുന്ന ഒരു നഷ്ടപ്പെട്ട ഭൂപ്രദേശം. ഈ വിദൂര ദേശങ്ങളിൽ ലെമൂർ ഫോസിലുകൾ കണ്ടെത്തിയതിന് ഇത് ഒരു വിശദീകരണമായി അവർ ഉപയോഗിച്ചു. പിന്നീട് ഇന്ത്യൻ പണ്ഡിതന്മാർ ലെമൂറിയെ കുമരിക്കണ്ടം എന്ന തമിഴ് ഐതിഹ്യവുമായി ബന്ധിപ്പിച്ചു. പുരാതന ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന അതേ നഷ്ടപ്പെട്ട ഭൂഖണ്ഡമാണിതെന്ന് അവർ വാദിച്ചു. എന്നാൽ പ്ലേറ്റ് ടെക്ടോണിക്സ് അംഗീകൃത വിശദീകരണമായി മാറിയതോടെ ശാസ്ത്രം ലെമൂറിയ സിദ്ധാന്തം ഉപേക്ഷിച്ചു. ഭൂഖണ്ഡങ്ങൾ നീങ്ങുകയാണ്, അവ പൂർണ്ണമായി മുങ്ങിപ്പോകുന്നില്ല. എന്നിരുന്നാലും കടലിനടിയിൽ ഒരു നഷ്ടപ്പെട്ട തമിഴ് മാതൃഭൂമി എന്ന ആശയം തമിഴ് ജനതയുടെ ഹൃദയങ്ങളിൽ ശക്തമായി നിലനിന്നു. ചില ആധുനിക തെളിവുകൾ കൗതുകം ഉണർത്തുന്നുണ്ട്. തമിഴ്നാടിന്റെ തീരത്ത്, പ്രത്യേകിച്ച് പൂമ്പുഹാറിനടുത്ത് മുങ്ങിയ അവശിഷ്ടങ്ങൾ വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. പുരാതന കൽനിർമ്മിതികൾ, ഒരുപക്ഷെ മനുഷ്യനിർമ്മിതം, സമുദ്രത്തിനടിയിൽ ആഴത്തിൽ കിടക്കുന്നു. അവ കുമരിക്കണ്ടത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഈ കണ്ടെത്തലുകൾ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. തമിഴ് നാഗരികതയുടെ ഭാഗങ്ങൾ ശരിക്കും കടലിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് കുമരിക്കണ്ടം തമിഴ് അഭിമാനത്തിന്റെയും നിഗൂഢതയുടെയും ഒരു പ്രതീകമായി തുടരുന്നു. പലർക്കും ഇത് തമിഴ് നാഗരികത അതിന്റെ ഉന്നതിയിലായിരുന്ന ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നു. ഈജിപ്തിനും മെസൊപ്പൊട്ടേമിയയ്ക്കും മുൻപ് നഷ്ടപ്പെട്ട ഭൂമി തമിഴ് സാഹിത്യത്തിലും സിനിമകളിലും ഗാനങ്ങളിലും തമിഴ് ജനതയുടെ കൂട്ടായ ഭാവനയിലും ജീവിക്കുന്നു. ഇത് യാഥാർത്ഥ്യമോ കെട്ടുകഥയോ അതോ രണ്ടിനും ഇടയിലോ ആവട്ടെ, കുമരിക്കണ്ടത്തിന്റെ കഥ ആകർഷകമായി തുടരുന്നു. ഇതൊരു ദേശത്തിന്റെ കഥ മാത്രമല്ല, ഓർമ്മയുടെയും സ്വത്വത്തിന്റെയും നമ്മുടെ ഉദ്ഭവം കണ്ടെത്താനുള്ള നിത്യമായ അന്വേഷണത്തിന്റെയും കഥയാണ്.